കേട്ടു. അജോ, ഗുഡ് ഈവനിങ്. Good evening, Acha. Good evening. Good evening, everyone. जो രണ്ട് കൈ നീട്ടി ഫുൾ പ്രഷറിലായി. അജോ, പനിയൊക്കെ മാറിയോ? എല്ലാം പോയി. കുഴപ്പമൊന്നുമില്ല. ഗുഡ്. എല്ലാവരുടെയും പ്രാർത്ഥന. ആരംഭിക്കാം അച്ഛാ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ബൈബിൾ പഠനം ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങളെ ദൈവമേ, നീ അവിടുന്ന് ഒരു ദിവസം കൂടെ വളരെ അത്ഭുതകരമായി വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി അല്ലാതെ ഞങ്ങൾക്കൊന്നും പറവാനില്ല. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ച നന്മകളും അനുഗ്രഹങ്ങളും ഏറെയാകുന്നു. തിരുസന്നിധിയിൽ എന്നും നന്ദിയുള്ളവരായി നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവമേ, നീ അവിടുന്ന് തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും കൂടിവരുവാൻ തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഞങ്ങൾക്ക് ഈ പഠനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ വികാരി അച്ഛനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് വേദത്തിന്റെ ജ്ഞാനം, ഞങ്ങൾക്ക് മർമ്മങ്ങൾ പറഞ്ഞു തരുന്നതിന് അച്ഛനെ അവിടുന്ന് ശക്തീകരിക്കുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ദൈവമേ, ദൈവത്തിന്റെ മർമ്മത്തെ ഗ്രഹിപ്പാനുള്ള വിവേകവും ശക്തിയും ഒക്കെ ലഭിപ്പാൻ ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ഞങ്ങൾക്ക് ഇതുമൂലം ദൈവിക മർമ്മങ്ങളെ പഠിക്കുവാനും അത് അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിപ്പാനുമുള്ള കൃപയെ ദൈവമേ, നീ ഇവിടുന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയമായി താല്പര്യത്തോടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ വേദപഠനത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണമേ, ജീവിത പശ്ചാത്തലങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ കൂടിവരവ്, ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ധ്യാനങ്ങൾ തിരുസന്നിധിയിൽ നൽധൂപമായി സ്വീകരിക്കപ്പെടണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 270 കീർത്തനം പാടാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 270. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും, എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും
അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമായി, അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമായി, അവൻ ചിറകിൽ എനിക്കഭയം, അവൻ ചിറകിൽ എനിക്കഭയം, അവൻ മാത്രമെന്നഭയം, എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവൻ ഏകനായകനേ, മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ, മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ, അവനൊരുവൻ എനിക്കിടയൻ, അവനൊരുവൻ എനിക്കിടയൻ, പിരിയാത്ത നല്ലിടയൻ, എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവൻ ഏകനായകനേ, വഴിമാറി നടന്നിടുമ്പോൾ, വഴി കാണാതുഴറിയിടുമ്പോൾ, വഴിമാറി നടന്നിടുമ്പോൾ, വഴി കാണാതുഴറിയിടുമ്പോൾ, അവൻ വചനം എനിക്കു ദിനം, അവൻ വചനം എനിക്കു ദിനം, മണിദീപമെൻ വഴിയിൽ, എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവൻ ഏകനായകനേ, കർത്തനന്റെ സന്തോഷവും കർത്തനന്റെ സംഗീതവും, കർത്തനന്റെ സന്തോഷവും കർത്തനന്റെ സംഗീതവും, അവൻ കൃപകൾ അവൻ ദയകൾ, അവൻ കൃപകൾ അവൻ ദയകൾ, ദിനം തോറും എൻ സ്തുതികൾ, എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവൻ ഏകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവൻ ഏകനായകനേ. നമ്മുടെ ഇന്നത്തെ പഠനത്തിനായി ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 14 വേഴ്സസ് 1 to 24, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ.
ശിനാർ രാജാവായ അമ്രാഫെൽ, എലാസാർ രാജാവായ അരിയോക്, ഏലാം രാജാവായ കെദോർലാമോയർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമോറ രാജാവായ ബിർഷ, ആത്മാ രാജാവായ ഷിനാബ്, സയോബീം രാജാവായ ശെമേബർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ച് കൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദോർലായോമരിന് കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കെദോർലായോമരും അവനോടുകൂടെയുള്ള രാജാക്കന്മാരും വന്നു അസ്തരോത്ത് കർണയീമിലെ രഫായികളെയും ഹാമിലെ സൂസിരെയും ഷാവേ കിര്യാത്തിയമിലെ ഏമ്യരെയും സെയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിസ്പാത്തിൽ വന്ന് അമാലേക്കരുടെ ദേശമൊക്കെയും ഹസെസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പോൾ സോദോം രാജാവും ഗോമോറ രാജാവും ആത്മാ രാജാവും സെബോയിം രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദോർലായോമർ, ജാതികളുടെ രാജാവായ തീദാൽ, ശിനാർ രാജാവായ അമ്രാഫെൽ, എലാസാർ രാജാവായ അരിയോക് എന്നിവരുടെ നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗോമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിലയേറിയ തിരുവചനത്തിനായി വീണ്ടും സ്തോത്രം. വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളെ സമർപ്പിക്കുന്നു. ബലഹീനനായ അടിയനെ ശക്തീകരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഏകാഗ്രതയിൽ ഇരുത്തണമേ. വചനത്തിന്റെ ആഴം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു മെശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. അബ്രാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള 6ാമത്തെ പഠനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇന്നത്തെ ഈ പഠനത്തിന്റെ തലക്കെട്ട്, ടൈറ്റിൽ, അബ്രാംസ് ഇന്റഗ്രിറ്റി ഇൻ വാർഫെയർ, വർഷിപ്പ് ആൻഡ് വെൽത്ത്. യുദ്ധത്തിലും ആരാധനയിലും സമ്പത്തിലുമുള്ള അബ്രഹാമിന്റെ വിശ്വസ്തത, ആത്മാർത്ഥത. The word integrity means possession of firm principles. Integrity എന്ന വാക്കിന്റെ ഒരു അർത്ഥം ഉറച്ച പ്രിൻസിപ്പിൾസിന്റെ അനുഭവം ഉള്ള ആൾ എന്നാണ്. പൊസഷൻ ഓഫ് ഫേം പ്രിൻസിപ്പിൾസ്, ഉറച്ച പ്രമാണങ്ങളുള്ള ആളിനെയാണ് ഇന്റഗ്രിറ്റി ഉള്ള ആൾ എന്ന് പറയുന്നത്. ഇന്റഗ്രിറ്റി എന്ന വാക്കിന്റെ മലയാള അർത്ഥങ്ങൾ പലതാണ്. അതിൽ ചിലത് സത്യസന്ധത, സമഗ്രത, ധർമ്മനീതി, ആത്മാർത്ഥത എന്നിവയൊക്കെയാണ്. The quality of possessing and steadfastly adhering to high moral principles or professional standards. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തുന്ന ഒരാളിനെയാണ് ഇന്റഗ്രിറ്റി ഉള്ള ആൾ എന്ന് നമ്മൾ പറയും. When a person is said to have integrity, we mean that they have
high moral standards. ഉയർന്ന ധാർമ്മിക നിലവാരം ഉള്ള ഒരാളിനെയാണ് ഇന്റഗ്രിറ്റി ഉള്ള ആളെന്ന് നമ്മൾ വിളിക്കും. This is the behavior that God would have all his children exhibit all the time. ഇതാണ് ദൈവം തന്റെ മക്കളായ നമ്മൾ എല്ലാവരും എല്ലായ്പ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമാണം. One of the greatest things that can be said about your life and my life is that you and I are a person of integrity. നമ്മൾ ഒരു ക്രിസ്തു വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും നല്ല വിശേഷണം നമ്മൾ ഇന്റഗ്രിറ്റി ഉള്ള ആളാണ് എന്ന് പറയുന്നതാണ്. സത്യസന്ധത, സ്വഭാവ ശ്രേഷ്ഠത, ആത്മാർത്ഥത ഉള്ള ആൾ എന്ന് അർത്ഥം. അപ്പോൾ ഈ 14-ാം അധ്യായം നമ്മൾ വായിച്ച് കേട്ടതിൽ നിന്ന് this is the behavior that is modeled by Abraham in this chapter. ഈ അധ്യായത്തിൽ അബ്രഹാം നമുക്ക് കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട സവിശേഷത അവൻ ഇന്റഗ്രിറ്റി ഉള്ള ഒരാളായിരുന്നു എന്നാണ്. 3 പ്രധാനപ്പെട്ട മേഖലകളിൽ അബ്രഹാം ഇന്റഗ്രിറ്റിയോടെ പ്രവർത്തിച്ചതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഇന്ന് വായിച്ച് കേട്ട വേദഭാഗം ജനസിസ് 14 verses 1 to 16. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അബ്രഹാംസ് ഇന്റഗ്രിറ്റി ഇൻ വാർഫെയർ. വാർഫെയർ എന്ന് പറഞ്ഞാൽ യുദ്ധം, പോരാട്ടം, കലഹം, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളാണ്. അപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അബ്രഹാം കാണിച്ച സത്യസന്ധത, ധർമ്മനീതി, ആത്മാർത്ഥത. Chapter 14 holds the first recorded battle in Genesis and the only time that Abraham is associated with war. ഈ വായിച്ച വേദഭാഗമാണ് ആദ്യമായി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു യുദ്ധത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല അബ്രഹാം ഏർപ്പെട്ട ഒരേ ഒരു യുദ്ധം എന്ന് പറയുന്നതും ഈ 14-ാം അധ്യായത്തിൽ കാണുന്ന യുദ്ധമാണ്. It is also the first time that Abraham is called a Hebrew. അബ്രഹാമിനെ ഒരു എബ്രായൻ എന്ന് വിളിക്കുന്ന ആദ്യ സ്ഥലവും ഈ 14-ാം അധ്യായം തന്നെയാണ്. We know the background. പശ്ചാത്തലം നമുക്കറിയാം. Abraham and Lot have separated. In the separation, Lot lived in Sodom. Now Sodom was invaded by a confederation of powerful kings who occupied the region. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. വേർപിരിഞ്ഞ ലോത്ത് താമസമാക്കിയത് സോദോമിലാണ്. സോദോം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം ശക്തന്മാരായ 5 രാജാക്കന്മാർ കൂടി കീഴ്പ്പെടുത്തുന്നതാണ് ഇന്നത്തെ വേദഭാഗത്ത് ആദ്യം നമ്മൾ കാണുന്നത്. When they invaded Sodom, Lot and Sodom were captured. ഈ ഭരണാധികാരികൾ ലോത്ത് താമസിച്ചിരുന്ന സോദോം ഉൾപ്പെടെയുള്ള സ്ഥലം അവരെ കീഴ്പ്പെടുത്തി സ്വന്തമാക്കി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. When Abraham heard of it, he went to battle and rescued and returned with the spoils of that battle. തന്റെ സഹോദര പുത്രനായ ലോത്തിനെയും ലോത്ത് പാർത്ത സ്ഥലത്തെയും ഈ രാജാക്കന്മാർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി എന്ന് അറിഞ്ഞ അബ്രഹാം ആളുകളെ കൂട്ടി പുറപ്പെട്ടു ചെന്ന് ഈ രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് സോദോമിനെ വീണ്ടെടുക്കുകയും
ലോത്തിനെ വിടുവിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണും. അവർ കൊള്ള മുതൽ പിടിച്ചെടുത്തു അബ്രഹാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു പകവീട്ടലായിരുന്നു. കാര്യം സോദോം ഉൾപ്പെട്ട സ്ഥലം, അവിടെ കേദോലമായാർ എന്ന ഒരു രാജാവ് 12 വർഷം അടിമപ്പെടുത്തി വെച്ച് അവിടെയുള്ള ആളുകളെയെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് കപ്പം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന സോദോം ഉൾപ്പെടുന്ന റീജിയൻ. അപ്പോൾ ആഫ്റ്റർ 12 years they refused to pay their tribute money and revolted. 12 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാർ മുഖ്യ രാജാവിന് കപ്പം കൊടുക്കുവാൻ വിമുഖത കാണിച്ചപ്പോൾ അദ്ദേഹം അതിനെ വീണ്ടും കീഴ്പ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് സോദോം കീഴ്പ്പെടുത്തപ്പെട്ട് പോകുന്നത് എന്ന് കാണാം. ദിസ് ഇൻവേഷൻ resulted in the sacking of Sodom and the capturing of Lot along with all his possessions. സോദോമിലുള്ള ഒരുപാട് സമ്പത്ത് ലോത്തിന്റെ വകയായിരുന്നു. ഈ സമ്പത്തും പോയി, ലോത്തും പോയി. ലോത്തിനെയും സമ്പത്തിനെയും അവർ കീഴ്പ്പെടുത്തിക്കൊണ്ടുപോയി എന്ന് അവിടെ നമ്മൾ വായിക്കും. അപ്പോൾ ഇത് there is always some evil tyrant like Kedorlaomer who wants to put you and me in bondage. If you leave the things of the Lord like Lot and walk off into the world, you can count on forming evil habits and lusts that are difficult to break. ലോത്തിനെ പോലെ ലോകത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ലോക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങളെ ഉപേക്ഷിച്ച് ആര് പോയാലും, ഞാൻ പോയാലും നിങ്ങൾ പോയാലും ലോത്ത് പോയാലും അബ്രഹാം പോയാലും നിശ്ചയമായും കോൺസിക്വൻസസ്, പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിന് കൊടുക്കാതെ ഏറ്റവും നല്ലത് നോക്കി നീരോട്ടമുള്ള സ്ഥലം നോക്കി പോയ ലോത്ത് ഇപ്പോൾ ഇതാ സർവവും നഷ്ടപ്പെട്ടവനായി മാറുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് we cannot change the consequences of the past. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദൈവ വിഷയത്തിൽ നിന്ന് മാറി ലോക വിഷയമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഓർക്കുന്നത് നന്നായിരിക്കും. എന്നാൽ അബ്രഹാം ഇവിടെ ഈ വാർത്ത കേട്ടപ്പോൾ അബ്രഹാം തന്റെ സഹോദരപുത്രന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതായി നമ്മൾ കാണുന്നു. When the rebellion came, Lot was taken captive. അവനെ അടിമയായി പിടിച്ചുകൊണ്ട് പോയി. Then Abraham had a choice to make. He could intervene or let Lot go. അബ്രഹാമിന് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായി വരികയാണ്. എന്താണ് തിരഞ്ഞെടുപ്പ്? ഒന്നുകിൽ ലോത്തിനെ വിടുവിക്കും, അല്ലെങ്കിൽ ലോത്ത് പോയ വഴിയെ പോകട്ടെ എന്ന് വിചാരിക്കും. He chooses to intervene, a choice that proves his valor and leads him to a blessing. എന്നാൽ അബ്രഹാം തിരഞ്ഞെടുക്കുന്നത് ലോത്തിനെ രക്ഷിക്കാനുള്ള മാർഗമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. Abraham faced a choice. He could think, well, you know, Lot got himself into this mess by moving over there. അബ്രഹാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ലോത്ത് സ്വയമേ തിരഞ്ഞെടുത്താണല്ലോ ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടിയത്. He himself got into this mess by moving over there. സോദോമിലോട്ട് പോകാൻ ആരും അവനെ ഉപദേശിച്ചതല്ലല്ലോ, അവൻ തന്നെത്താൻ പോയതല്ലേ.
അവൻ അനുഭവിച്ചോട്ടെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. He should have stayed out of the city. അബ്രാമിന് വേണമെങ്കിൽ സോദോം പട്ടണത്തിൽ നിന്ന് മാറി നിൽക്കാം. എന്നാൽ അബ്രാം പറയുകയാണ്, I am God's chosen man to bring blessing to the world. I can't risk my neck in this war. Besides, I am a shepherd, a wanderer, not a soldier. ഈ പ്രതിസന്ധിയിൽ ഇടപെടുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ അബ്രഹാമിന് മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവൻ ആട്ടിടയൻ മാത്രമാണ്, അലഞ്ഞു നടക്കുന്നവൻ മാത്രമാണ്, ഒരിക്കലും താൻ ഒരു സോൾജിയർ അഥവാ പടയാളി അല്ല. അതുകൊണ്ട് യുദ്ധം എനിക്ക് വശമില്ല എന്ന് പറഞ്ഞ് അബ്രഹാമിന് വേണമെങ്കിൽ ലോത്തിനെ ഉപേക്ഷിച്ച് തന്റെ സുരക്ഷിത സ്ഥലത്ത് ഇരിക്കാമായിരുന്നു. ബട്ട് അബ്രഹാം ഡിഡ്ന്റ് തിങ്ക് ദാറ്റ്. Verse 14 says, when Abraham heard that his kinsmen had been taken captive, he led forth his trained men, born in his house, 318 of them, and went in pursuit as far as Dan. എന്നാൽ അബ്രാമൻ ചെയ്തത് എന്താണ്? ലോത്തിനെ അടിമയായി പിടിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ തന്റെ ഭവനത്തിൽ വളർന്ന 318 വില്ലാളികളെയും കൂട്ടി ലോത്തിനെ രക്ഷിക്കാനായി ദാൻ വരെ പോയി എന്നാണ് പറയുന്നത്. Abraham risked his life for his nephew Lot. He knew the choices Lot made, and he pursued him anyway. His pursuit was successful, bringing them all back. Lot was restored thanks to Abraham's valor. എന്നാൽ തന്നെ അനുസരിക്കാതെ തനിക്ക് കിട്ടേണ്ട നല്ല ഭൂമി ഒന്നും തരാതെ എല്ലാം കൈവശപ്പെടുത്തി പട്ടണത്തിൽ പോയി പാർത്ത ലോത്തിന് ഒരു ആപത്ത് വന്നപ്പോൾ അബ്രാം മറ്റൊന്നും നോക്കാതെ തന്റെ സഹോദരപുത്രനെ വിടുവിക്കാനായിട്ട് പുറപ്പെടുകയാണ്. When Abraham heard that Lot was in trouble, he went to war. We know that Abraham is a man of peace. സമാധാനത്തിന്റെ മനുഷ്യനാണ് അബ്രാം. അതുകൊണ്ടാവും പറഞ്ഞത്, നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട്, നമ്മൾ തമ്മിൽ യാതൊരു വഴക്കും വേണ്ട എന്ന് പറഞ്ഞ സമാധാനപ്രിയനായ അബ്രാം തന്റെ സഹോദരപുത്രൻ ആപത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോൾ അവനു വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. This is the only time we see him at war in his life. അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ ആകപ്പാടെ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ മാത്രമാണ്. However, when there was a need, he went to battle. ഒന്നാമത്തെ ചിന്ത ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. When there was a need, he went to battle. അബ്രഹാമിന്റെ സഹോദരപുത്രന് ലോത്തിന് ഒരു പ്രയാസം വന്നപ്പോൾ അവൻ തന്നോട് ചെയ്ത ഒരു ക്രൂരകൃത്യങ്ങളും ഓർക്കാതെ അവനെ വിടുവിക്കാനായിട്ട് ആളെയും കൂട്ടി പോകുന്ന അബ്രഹാം. His integrity in warfare. അബ്രഹാം സമാധാന പ്രിയനാണ്. He was a man of peace. ഇതിനു മുൻപോ ഇതിനു ശേഷമോ അവൻ ഒരിക്കലും യുദ്ധത്തിന് പോയിട്ടില്ല. തന്നെ തള്ളിക്കളഞ്ഞ് നല്ല ദേശം തിരഞ്ഞെടുത്ത് പോയ ലോത്താണ് ഇപ്പോൾ കുടുക്കിലായിരിക്കുന്നത്. അവനോട് പ്രതികാരം വീട്ടാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. എന്നിട്ടും ലോത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന അബ്രഹാം. മൈ ഡിയർ ഫ്രണ്ട്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പ്രിയരെ,
നമ്മളുടെ ശത്രുക്കളോടുള്ള മനോഭാവം എന്താണ്? നമ്മളുടെ ചില സഹോദരങ്ങൾ, നമ്മൾ ചിലരൊക്കെ എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ അവനോട് പറയുന്ന ഒന്നും അവൻ കേക്കത്തില്ല, അവന്റെ ഇഷ്ടത്തിന് മാത്രമേ അവൻ പോകത്തുള്ളൂ, അനുഭവിക്കട്ടെ, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാത്ത എന്റെ സഹോദരന് വേണ്ടി ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നീരോട്ടമുള്ള സ്ഥലം മുഴുവൻ കൈവശപ്പെടുത്തി, ദേശത്ത് ഫലഭൂയിഷ്ടിയുള്ള സ്ഥലം മുഴുവൻ കൈവശപ്പെടുത്തി, ഒരു കണക്കിൽ പറഞ്ഞാൽ അബ്രഹാമിനെ ചതിച്ചവനാണ് ലോത്ത്. എന്നാൽ അവനൊരു പ്രയാസം വന്നപ്പോൾ അബ്രഹാമിന്റെ നിലപാട് എന്താണ്? അബ്രഹാംസ് ആറ്റിറ്റ്യൂഡ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഒരിക്കലും യുദ്ധക്കൊതിയനല്ലാത്ത അബ്രഹാം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ചില സഹോദരങ്ങളൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ, ആവശ്യത്തിലാകുമ്പോൾ നമ്മൾ ഒരുപാട് ഫിലോസഫികൾ പറയും, നമ്മൾ ബെടാ കാര്യങ്ങളൊക്കെ പറയും, വലിയ ഡിസ്കഷൻസ് ഒക്കെ നടത്തും. എന്നാൽ അബ്രഹാമിന്റെ സ്വഭാവം നമ്മൾക്ക് സ്വീകരിക്കേണ്ടത് ആവശ്യം. അവൻ യുദ്ധക്കൊതിയനല്ല, സമാധാനപ്രിയനാണ്. എന്നാൽ തന്റെ സഹോദരൻ ഒരു ആവശ്യം വന്നപ്പോൾ അവന്റെ റിസോഴ്സസ് അവൻ സഹോദരനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നു. നമ്മൾ അക്സ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ്, ഒരു അപ്പീൽ ഞാൻ പുറപ്പെടുവിച്ചപ്പോൾ നമ്മുടെ ആളുകളുടെ വലിയ സഹകരണം. എത്രയോ ആളുകളാണ് എന്നെ വിളിച്ചത്. വലിയ എമൗണ്ട് കൊടുത്തവരുണ്ട്, ചെറിയ എമൗണ്ട് കൊടുത്തവരുണ്ട്. എമൗണ്ടിന്റെ വലിപ്പത്തേക്കാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ആപത്തെന്ന് അറിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത റിസോഴ്സസിനെ ഹോർഡ് ചെയ്യാതെ വിട്ടുകൊടുക്കുന്ന ആളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഒരു പണപ്പിരിവിന് വേണ്ടിയുള്ള ബൈബിൾ സ്റ്റഡി ഒന്നുമല്ല, അങ്ങനെ ആരും വിചാരിക്കും. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ പലപ്പോഴും ആളുകളെ ലേബൽ ചെയ്ത് അവർക്ക് സ്റ്റിഗ്മ ഉണ്ടാക്കി അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അബ്രഹാം പറയുന്നു, നീ എന്നോട് ചെയ്തതൊന്നും എനിക്കിപ്പോൾ പ്രശ്നമല്ല, നിനക്കൊരാവശ്യം വന്നാൽ ഞാനുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഫെലോ ബിലീവേഴ്സ്, നമ്മുടെ സഹവിശ്വാസികൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, ഐ എം വിത്ത് യു. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇൻ യുവർ സ്ട്രഗിൾസ് ഐ എം വിത്ത് യു. ഇൻ യുവർ സിക്നെസ് ഐ എം വിത്ത് യു. ഇൻ യുവർ ഫിനാൻഷ്യൽ ക്രൈസിസ് ഐ എം വിത്ത് യു. നമ്മളാരും സമ്പന്നരാകണമെന്നില്ല, നമ്മളാരും വലിയ ആരോഗ്യമുള്ളവരാകണമെന്നില്ല. ദൈവം നൽകിയിട്ടുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടാൻ, അവിടെ നമ്മുടെ ഇന്റഗ്രിറ്റി കാണിക്കാൻ, ആത്മാർത്ഥത, സത്യസന്ധത കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അബ്രഹാം was a man of peace. However, when there was a need, he went to battle. നമ്മൾ പലപ്പോഴും നമ്മുടെ മഹത്വം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ വലിയവരാണെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കും. അബ്രഹാമേ, നിനക്ക് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് മേടിക്കാൻ വേണ്ടി നിന്റെ സഹോദരനെ പിടിച്ചോണ്ട് പോയപ്പോൾ നീ മിണ്ടാതെ ഇരുന്നാൽ, that is not Christian attitude. It is unchristian. അബ്രഹാം നോബൽ പ്രൈസ് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് സഹോദരന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു എക്സ്ട്രാ മൈൽ പോകാനായിട്ട് സാധിക്കും. നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. രണ്ടാം ഭാഗത്ത് അവിടെ പറയുന്നത് വേഴ്സസ് 18 to 20, 14 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം. ശാലേം രാജാവായ മൽക്കീസേദെക്ക്
അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. Verses 18 to 20. Second part. Abram's integrity in worship. അബ്രഹാമിന്റെ ആരാധനയിലെ സത്യസന്ധത. ഇവിടെ നമ്മൾ കാണുന്നു, അബ്രാം was met by 2 kings upon his return from victory. യുദ്ധം ജയിച്ച് മടങ്ങി വരുന്ന അബ്രാം 2 രാജാക്കന്മാരെ കണ്ടുമുട്ടുന്നു. ഒന്ന് ബേറ, കിങ് ഓഫ് സോദോം. 2 മൽക്കിസേദെക്, കിങ് ഓഫ് ശാലേം. ശാലേം means peace. Sodom means burning. These 2 kings are symbolic. ഈ 2 രാജാക്കന്മാരും പ്രതീകാത്മകമായുള്ള രാജാക്കന്മാരാണ്. The king of Sodom represented this world and all it offers. സോദോം രാജാവ് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഈ ലോകം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളെയാണ് സോദോം രാജാവ് പ്രതിനിധാനം ചെയ്യുന്നത്. The king of Shalem represented God and all that he offers. ശാലേം രാജാവ് പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തെയും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളെയും ആണ്. Remember, there is always the temptation after a victory to claim some of the credit for ourselves. എപ്പോഴും ഓർക്കണം, നമുക്ക് ഒരു വിജയം അഥവാ ഒരു നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ആ നേട്ടത്തിന്റെ ക്രെഡിറ്റ് നമ്മൾക്ക് തന്നെ എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പാപ സ്വഭാവം നമുക്കൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. 2 lines of thinking are represented here. 2 line of thinking ഇവിടെ നമുക്ക് കാണാം. 2 തരം ചിന്തകൾ. ഒന്ന് godly thinking, ദൈവികമായ ചിന്ത. Abraham is ministered to by Melchizedek and is reminded that God is the one who deserves honor for അപ്പോൾ മൽക്കിസേദെക് അബ്രഹാമിനെ ഓർപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ ദാനങ്ങളുടെയും ഉറവിടം. അതുകൊണ്ട് എല്ലാ വിജയങ്ങളും കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് ഓണർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ്. അതാണ് ഗോഡ്ലി തിങ്കിങ്. 2 അൺഗോഡ്ലി തിങ്കിങ്. King of Sodom represents the world and says, take it, you deserve it. എന്നാൽ സോദോം രാജാവ് പറയുകയാണ്, ഇതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ എടുത്തോ. That is ungodly thinking. Godly thinking എന്തുവാ? ദൈവത്തിനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. നമ്മുടെ വിജയത്തിന്റെയും നമ്മുടെ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും എല്ലാം പിന്നിൽ ദൈവമാണെന്നുള്ള ചിന്തയാണ് ഗോഡ്ലി തിങ്കിങ്. ഇവിടെ അബ്രഹാം മൽക്കിസേദെക് എന്ന ഒരു രാജാവിനെ കണ്ടുമുട്ടുന്നു. മൽക്കിസേദെക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. മൽക്കിസേദെക് means my king is righteous. എന്റെ രാജാവ് നീതിയുള്ളവനാണ് എന്നാണ് മൽക്കിസേദെക് എന്ന വാക്കിന്റെ അർത്ഥം. He is the first priest named in scripture. He is the first priest
named in scripture. വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ആദ്യത്തെ പുരോഹിതനാണ് മൽക്കിസേദെക്ക് എന്നും നമുക്ക് കാണാൻ സാധിക്കും. പേരിന്റെ അർത്ഥം മൈ കിങ് ഈസ് റൈച്ചിയസ്, എന്റെ രാജാവ് നീതിയുള്ളവനാണ്. He facilitate Abraham's worship. അബ്രഹാമിന്റെ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന മൽക്കിസേദെക്കിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. He felicitate Abraham's worship. The facilitator of Abraham's worship. He is called a king. He is a ruler, a man of great influence, wealth and power. Melchizedek's place. എവിടെ നിന്നുള്ള ആളാണ് മൽക്കിസേദെക്ക്? ശാലേമിൽ നിന്നുള്ള ആളാണ്. He is the king of Shalem. The word Shalem means peace. സമാധാനം എന്നാണ് ശാലേം എന്ന വാക്കിന്റെ അർത്ഥം. It is an ancient name for the city of Jerusalem. ജെറുസലേമിന്റെ പഴയകാല പേരാണ് ശാലേം എന്ന വാക്ക്. His name means king of righteousness. അപ്പോൾ യുദ്ധം ജയിച്ചു വരുന്ന അബ്രഹാമിനെ രണ്ട് രാജാക്കന്മാർ നേരിടുകയാണ്. ഒന്ന് ബേറ, സോദോമിലെ രാജാവ്. അവൻ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിനക്ക് കിട്ടിയ കൊള്ള മുതലെല്ലാം നീ എടുത്തോ, നിനക്കുള്ളതാണ്, കാരണം നീയാണല്ലോ യുദ്ധം ചെയ്തത്. എന്നാൽ മൽക്കിസേദെക്ക് പറയുന്നത് അതല്ല. മൽക്കിസേദെക്ക് പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നാണ് മൽക്കിസേദെക്ക് പറയുന്നത്. ഈ മൽക്കിസേദെക്കിനെ കുറിച്ച് തന്നെ നമുക്ക് ഒരു പഠനം നടത്തേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുകയാണ്. പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ പ്രോട്ടോടൈപ്പാണ് മൽക്കിസേദെക്ക് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ ഒരു സ്പെഷ്യൽ സ്റ്റഡി നമുക്ക് ചെയ്യാനായിട്ട് പിന്നീട് ശ്രമിക്കും. അബ്രഹാമിനെ ആരാധനയിലുള്ള സത്യസന്ധത നമുക്ക് നോക്കാം. 19-20 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. He was blessed for his faithfulness to the Lord. Not the phrase Abraham of the most high God. 19-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അവൻ അവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. Abraham is known for his relationship to the Lord and is blessed as a result. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവം അബ്രഹാമിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇവിടെ പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അബ്രഹാം ഓഫ് ദി മോസ്റ്റ് ഹൈ ഗോഡ്, ഇതാണ് അബ്രഹാമിന് ലഭിക്കുന്ന ടൈറ്റിൽ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ അബ്രഹാം. ഓർക്കുക, there is no greater commentary on your life or my life than for someone to say they are a Christian. നമ്മുടെ ജീവിതത്തെ നോക്കി വേറൊരാൾ പറയുകയാണ്, ഇവൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, he is a Christian. അതിനേക്കാൾ വലിയൊരു ടൈറ്റിൽ നമുക്ക് കിട്ടാനില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റു പല സ്ഥാനമാനങ്ങളും നമുക്ക് ഒരുപക്ഷെ കിട്ടിയെന്ന് വരാം, എന്നാൽ അതിനേക്കാളൊക്കെ വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലിൽ വിലയുള്ളത് ദൈവത്തിന്റെ ദാസനായ അബ്രഹാം, ദൈവത്തിന്റെ ദാസനായ
ഇന്നാര് എന്ന് നമ്മുടെ പേര് ചേർത്ത് പറയുന്നതാണ് ഏറ്റവും വിലപ്പെട്ട ടൈറ്റിൽ. When we give our lives to him in obedience and worship, he is honored. We are blessed and the world is given his light. നമ്മൾ നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള അനുസരണത്തിലും ആരാധനയിലും നമ്മൾ നൽകുമ്പോൾ ദൈവമാണ് ഓണർ ചെയ്യപ്പെടുന്നത്, ദൈവമാണ് മാനിക്കപ്പെടുന്നത്. നമ്മൾ അതുവഴി അനുഗ്രഹിക്കപ്പെടും. ലോകം അതുവഴി ദൈവത്തിന്റെ പ്രകാശം കാണും. Such is the fruit of a life of consistent obedience and worship before the Lord. ദൈവത്തെ നിരന്തരമായി അനുസരിക്കുകയും ദൈവത്തെ നിരന്തരമായി ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. 20ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം verse 20b അവിടെ പറയുന്നു, Abraham the Lord's grace in his life by tithing back to the work of the Lord. അബ്രഹാം ഇവിടെ ചെയ്യുന്നത് 20ാം വാക്യത്തിന്റെ അവസാനം, and Abraham gave him a tenth of everything. അബ്രഹാം സകലത്തിലും ദൈവത്തിന് ദശാംശം കൊടുത്തു. അതാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാം തനിക്ക് ലഭിച്ച സകലത്തിലും ടൈത്ത് ദശാംശം കൊടുക്കുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. The tithe is a means of honoring God for his blessings upon our lives. എന്തുവാ ടൈത്ത്? ദശാംശം എന്ന് പറഞ്ഞാൽ എന്താ? It is an expression of worship. ഇത് ആരാധനയുടെ ഒരു പ്രകടഭാവമാണ്. Tithe is a means of honoring God for his blessings upon your life. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലുള്ള ദൈവിക നന്മകളുടെ അംഗീകാരമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ദശാംശം. Tithing is an expression of worship and an opportunity for the Lord to bless you further. ദശാംശം കൊടുത്താൽ ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. 1-2 റെഫറൻസ് ഞാൻ പറയട്ടെ. ലൂക്ക് 6:38, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. മലാഖി chapter 3 verse 10. 2 Corinthians chapter 9 verse 6. Abraham honored the Lord in all things. അബ്രഹാം തന്റെ ജീവിതത്തിൽ ലഭിച്ച സകല നന്മകൾക്കും ദൈവത്തിന് ദശാംശം കൊടുത്തു. That is all God asks of us this evening. രണ്ടാമത്തെ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ടാവാം. നമ്മുടെ ജീവിതം തന്നെ ഒരു ലൈൻ ഓഫ് സക്സസ് ആയിരിക്കാം. നമുക്ക് ആവശ്യത്തിനെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഒന്നിനും കുറവില്ല. എന്നാൽ അതിൽ നിന്ന് നാം ദൈവത്തിന് കൊടുക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാണോ? മലാഖി പറയുന്നു, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം ദൈവാലയത്തിൽ കൊണ്ടുവരുവീൻ. നമ്മൾ ഓരോ മാസവും ദൈവാലയത്തിൽ നമ്മുടെ ഒരു പങ്ക് കൊടുക്കാറുണ്ട്. അത് എത്രമാത്രം ജെനുവിനാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും നേടുമ്പോൾ നമ്മൾ ദൈവത്തെ മാനിക്കാറുണ്ടോ? Do we really honor God through our giving? നമ്മുടെ കൊടുക്കലുകളിലൂടെ നമ്മൾ ദൈവത്തെ മാനിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്നു, പ്രായമുള്ള ഒരു അങ്കിളാ.
എന്നോട് ചോദിച്ചിട്ട് ഇവിടെ വന്നു എന്റെ കയ്യിൽ കുറച്ച് പണം തന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ, എനിക്ക് പെൻഷൻ ഇല്ല, റെഗുലർ ഇൻകം ഒന്നുമില്ല, ഞങ്ങൾക്ക് ജീവിക്കാനായി മക്കൾ തരുന്നതിൽ നിന്ന് ഞങ്ങൾ മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് ആണ് ഇത്. See, honoring God through giving. എന്നാൽ അതേസമയം എനിക്കറിയാം, അച്ഛാ തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പെൻഷൻ ഒന്നുമില്ല, ശമ്പളമൊന്നുമില്ല എന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരാള് വലുത് ഒരാള് ചെറുതെന്ന് പറയാനായിട്ടല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അബ്രഹാമിനോട് സോദോം രാജാവ് പറഞ്ഞു, ഇതെല്ലാം നീ എടുത്തോ, സ്പോയിൽസ് എല്ലാം എടുത്തോ, കൊള്ള മുതലെല്ലാം നിനക്കുള്ളതാണ്. അവൻ പറഞ്ഞു, നോ, എനിക്കുള്ളതല്ല, ഇതെല്ലാം എനിക്ക് തരുന്ന ദൈവത്തിനുള്ളതാണ്. അങ്ങനെയാണ് അവന്റെ ആറ്റിറ്റ്യൂഡ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Your integrity in the arena of the worship and acknowledgement of the Lord says much about the condition of your heart and life. എന്റെയും നിങ്ങളുടെയും ദൈവത്തിന് കൊടുക്കുന്നതിലുള്ള മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കുന്നതിലുള്ള മനോഭാവം നമ്മുടെ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും ചിത്രമാണ് എന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം. Those who love him will worship him with their time, their tithe and their talents. Those who will worship him, those who love him will worship him with their time, their tithe and their talents. സമയം, ദശാംശം, കഴിവുകൾ. നമ്മുടെ ഇടവുകളൊക്കെ നിന്നു പോകുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ദൈവകൃപയാൽ ഡൈവേഴ്സിഫൈഡ് ടാലൻസ് ഉള്ള ആളുകളുണ്ട്. ഈ ഇടവകയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇടവകളിലും. എനിക്കറിയാം, ഒരു കാര്യവുമില്ലെങ്കിലും ഇടവകയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്റർഫിയർ ചെയ്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇങ്ങനൊരു കാര്യമുണ്ട് സഹോദര, അങ്കിളെ, ആന്റി, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് ഫോളോ അപ്പ് നടത്തി റിസൾട്ട് ഉണ്ടാക്കുന്നവരും. അവരെ കൊണ്ടൊക്കെയാണ് നമ്മുടെ ഇടവകളൊക്കെ നിന്നു പോകുന്നത്. കർത്താവ് പറയുന്നത് അതൊരു ദൈവിക ശുശ്രൂഷയാണ്. ആണ് പറയുന്നത്, let us honor God with our time, tithe and talents. എന്നാൽ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു കാര്യത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യാതിരിക്കാൻ വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. ആരെയും കുറ്റപ്പെടുത്താനായിട്ടല്ല. ടൈം, ദൈവത്തിന് നമ്മുടെ സമയം, ദൈവത്തിന് നമ്മുടെ ടൈത്ത്, നമ്മുടെ ദശാംശം, ദൈവത്തിന് നമ്മുടെ ടാലൻസ്, നമ്മുടെ കഴിവുകൾ. എല്ലാ കഴിവുകളും ദൈവം എല്ലാവർക്കും നൽകിയിട്ടുള്ള കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. What are you doing to worship and honor the Lord God? രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുക. His integrity in worship. ആരാധനയിൽ അബ്രഹാം കാണിച്ച സ്വഭാവ ശ്രേഷ്ഠത, ആത്മാർത്ഥത, സത്യസന്ധത. ആരാധനയിലെ സത്യസന്ധത ഞായറാഴ്ച വർഷിപ്പിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ടൈം, നമ്മുടെ ടാലൻസ്, നമ്മുടെ ടൈത്ത് ദൈവത്തിന് കൊടുക്കാനായിട്ട് നാം ശ്രദ്ധിക്കും. അവസാന ഭാഗം, അബ്രഹാംസ് ഇന്റഗ്രിറ്റി ഇൻ വെൽത്ത്. സമ്പത്തിലുള്ള അബ്രഹാമിന്റെ വിശ്വസ്തത, സത്യസന്ധത. When Abraham won this great military victory, he also took possessions of the spoils of all the defeated cities. അബ്രഹാം ഈ വലിയ സൈന്യത്തെയൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് കൊള്ള മുതൽ കിട്ടിയെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്.
this would have represented a tremendous amount of wealth. ഒരുപാട് സമ്പത്ത് അബ്രഹാമിന് കിട്ടി. Let's observe how Abraham deals with the money. അബ്രഹാം എങ്ങനെയാണ് പണത്തോട് ഉള്ള മനോഭാവം സൂക്ഷിച്ചത്? How Abraham deals with the money. Abraham is faced with a choice here. After his heroic rescue of Lot, what kind of reward will he choose? ഒരു വലിയ ഹീറോ ആയിട്ട് അബ്രഹാം ഇപ്പോൾ മാറി. പ്രഗത്ഭരായ രാജാക്കന്മാരെ തോൽപ്പിച്ചു. കൈ നിറയെ കൊള്ള മുതൽ ഇപ്പോൾ അബ്രഹാമിന്റെ കയ്യിലുണ്ട്. എന്നാൽ അബ്രഹാം എന്ത് തിരഞ്ഞെടുക്കും? How he deals with the money. അബ്രഹാമിന്റെ മുൻപിൽ രണ്ട് ചോദ്യങ്ങളാണ്. What kind of reward will he choose? The blessing of God or material rewards from a wicked king? രണ്ടിന്റെ ഇടയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഒന്ന്, the blessing of God. രണ്ട്, material reward from a wicked king. ദുഷ്ടനായ ഒരു രാജാവിന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് എടുക്കണമോ അതോ ദൈവത്തിന്റെ അനുഗ്രഹം മതിയെന്ന് വെക്കണമോ? ഇതാണ് അബ്രഹാമിന്റെ മുൻപിലുള്ള ചോദ്യം. This is the temptation he endured. അവൻ സഹിച്ച പരീക്ഷണം ഇതാണ്. The king of Sodom offers to allow Abraham to keep all the goods he has won. സോദോമിലെ രാജാവ് പറഞ്ഞു, നീ പിടിച്ചെടുത്തതെല്ലാം നിനക്കുള്ളതാണ്, നീ എടുത്തോ. Surely this must have been a great temptation. I think, or I believe, we humans are more tempted in the area of money than we are in any other area. മനുഷ്യൻ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് പണത്തിന്റെ മേഖലയിലാണ്, മറ്റേത് മേഖലകളേക്കാൾ. അതിനുവേണ്ടി എന്ത് ചീറ്റിങ്ങും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യർ. ഓരോ ദിവസവും നമ്മൾ ന്യൂസ് മീഡിയ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പണത്തിനു വേണ്ടി എന്തെല്ലാമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. അപ്പോഴാണ് ഒരു രാജാവ് പറയുന്നത്, അബ്രഹാമേ, നീ ഈ നേടിയതെല്ലാം നിനക്കുള്ളതാണ്, നീ എടുത്തോളനായിട്ട് അവനോട് പറയുക. അവിടെ അബ്രഹാം പറയുന്ന ഒരു മറുപടി ഉണ്ട്. വേഴ്സ് 22, 21 and 22. സൊദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. But Abraham said to the king of Sodom, I have lifted my hand to the Lord, God Most High, possessor of heaven and earth, that I would not take a thread or a sandal strap or anything that is yours, lest you should say, I have made Abraham rich. അബ്രഹാമിനെ നീ സമ്പന്നനാക്കി എന്ന് പറയാൻ സോദോം രാജാവെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം എന്നെ സമ്പന്നനാക്കുന്നത് എന്റെ ദൈവമാണ്. Abraham's response is classic. He refuses to take
anything from the king of Sodom. He would rather trust the Lord to take care of him than to feel like he owed any man anything. He did not want this wicked king to get his cooks into him. There are some believers who will do anything for money. May we determine that we will not succumb to the temptation to make a dishonest money. പണമെന്ന് കേട്ടാൽ ഏത് മാർഗത്തിലും പോരട്ടെ എന്ന് പറയുന്ന ആളുകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരാകാൻ അബ്രഹാം നമ്മെ ക്ഷണിക്കുകയാണ്. അബ്രഹാംസ് ഇന്റഗ്രിറ്റി ഇൻ വെൽത്ത്. സമ്പത്ത് അവനെ ഒരിക്കലും കീഴ്പ്പെടുത്തിയില്ല. അവൻ പറഞ്ഞു, ഞാനൊരു ചരടോ ഒരു ചെരുപ്പിന്റെ വാറ് പോലുമോ എടുക്കത്തില്ല. കാരണം എന്റെ ദൈവമല്ലാതെ ആരും എന്നെ സമ്പന്നനാക്കി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ ഒരു ഇന്റഗ്രിറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ലോകമല്ല, സോദോം രാജാവല്ല, ലോകത്തിന്റെ പ്രഭുക്കളല്ല നമ്മളെ സമ്പന്നരാക്കുന്നത്. പിന്നെ ആരാ? ദൈവമാണ് നമ്മെ സമ്പന്നരാക്കുന്നത്. എനിക്കൊരു മനുഷ്യനെ അറിയാം. ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയിലെ അംഗമാണ്. 10 വർഷമായി ഡയാലിസിസ് ചെയ്യുകയാണ്, ത്രൈസ് ഇൻ എ വീക്ക്. ഇതിനിടയിൽ 2 തവണ ക്യാൻസർ വന്നു. കണ്ണിൽ ക്യാൻസർ വന്നിട്ട് ഒരു കണ്ണെടുത്തു കളഞ്ഞു. ഓപ്പറേഷനൊക്കെ നടത്തിയ കണ്ണ് ആർട്ടിഫിഷ്യലായിട്ട് ഫില്ല് ചെയ്തെങ്കിലും ഇപ്പോൾ അത് കുഴിഞ്ഞുപോയി, ഒരു വലിയ ഹോളാണ് അവിടെ. 4 തവണ ഞാൻ അവിടെ ഉള്ളപ്പോൾ അദ്ദേഹം വീണ് കൈ ഒടിയുകയോ കാലിന് പ്രയാസം വരികയോ ചെയ്തു. ഇപ്പോഴും ഒരു വീഴ്ചയെ തുടർന്ന് ഒരു കൈക്ക് സ്വാധീനം. പല പ്രാവശ്യം ഓപ്പറേഷൻസ്. വളരെ സാധുവായ ഒരു മനുഷ്യൻ. എന്നാൽ എപ്പോഴൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കും, ആവശ്യങ്ങളുണ്ടോ? ആവശ്യങ്ങളുണ്ടോ? പറയാച്ചാ ഇപ്പോഴുണ്ട്, ഈ ആഴ്ച വേണ്ട, ആവശ്യമുള്ളപ്പോൾ പറയാം. എന്തൊരു ഇന്റഗ്രിറ്റിയാണ്. അതേസമയം എനിക്കറിയാം, അസുഖത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ഡിഫോമിറ്റിയുടെ പേരിൽ പോരുന്നതെല്ലാം പോരട്ടെ എന്ന് പറയുന്നവരെ എനിക്ക്. ഈ മനുഷ്യൻ ആ ഒരു മോഡേൺ ജോബാണ്, ആധുനിക ഇയ്യോബാണ്. എന്നാൽ ഒരിക്കൽ പോലും തന്റെ കയ്യിൽ അധികം വയ്ക്കാനായിട്ട് പള്ളിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പണം മേടിക്കില്ല. അബ്രഹാം ഇവിടെ കാണിക്കുന്ന ഇന്റഗ്രിറ്റി അതാണ്. സോദോം രാജാവ് പറയുകയാണ്, ടേക്ക് ഓൾ ദ സ്പോയിൽസ് വിത്ത് യു. കൊള്ള മുതലെല്ലാം നീ എടുത്തു. അബ്രഹാം പറഞ്ഞു, നോ, ഞാനൊരു ത്രെഡ് പോലും, ഒരു ചരട് പോലും എടുക്കത്തില്ല. കാരണം പിന്നെ നാളെ നീ പറയരുത്, നീയാണ് എന്നെ സമ്പന്നനാക്കിയത്. നീയല്ല, എന്റെ ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയത്. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇത് എന്റെയും കൂടെ ഒരു സാക്ഷ്യമാണ്. ഇഫ് വി ട്രൂലി ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഇൻ ഹിസ് പ്രൊവിഡൻസ്, അവൻ നിന്നെ സമ്പന്നനാക്കാൻ മതിയായവനാണ്. ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നെവർ കോംപ്രമൈസ് യുവർ ഇന്റഗ്രിറ്റി ബിഫോർ എനി വൺ. ദൈവം നമ്മെ കരുതുവാൻ മതിയായവനാണ്. If we will exercise integrity in our handling of our resources, we can rest assured that the Lord will look after the needs we may have in this life. Let me repeat. If we will exercise integrity in our handling of our resources, we can rest assured that the Lord will look after the needs we may have in this life. ഞാനും നിങ്ങളും അബ്രഹാമിനെ പോലെ സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധതയുള്ളവരായി ജീവിച്ചാൽ, ആത്മാർത്ഥതയുള്ളവരായി ജീവിച്ചാൽ, സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായി ജീവിച്ചാൽ,
നമ്മുടെ ഒരാവശ്യത്തിനു പോലും മുടക്കം വരാതെ ദൈവം നടത്തുവാൻ മതിയായവനാണ്. അബ്രഹാമേ, സോദോം രാജാവല്ല നിന്നെ സമ്പന്നനാക്കി, ഞാനാണ് നിന്നെ സമ്പന്നനാക്കി. അബ്രഹാം സകലത്തിലും അതിസമ്പന്നനായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. Your integrity will pay in long run. Your sincerity will pay in long run. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ സത്യസന്ധത കാലപ്പഴക്കത്തിൽ ദൈവം നമുക്ക് കണക്കിടും. അവൻ നമ്മുടെ കാലത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ കാലത്തുള്ളതിൽ യാതൊരു സംശയം. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഞാൻ പറയാനായിട്ട് ഇന്ന് ശ്രമിച്ചത്. ഇന്റഗ്രിറ്റി ഓഫ് എബ്രഹാം. ഇന്റഗ്രിറ്റി ഇൻ വാർഫെയർ. യുദ്ധത്തിലും അവനൊരു ഇന്റഗ്രിറ്റി സൂക്ഷിച്ചു, സത്യസന്ധത സൂക്ഷിച്ചു. താൻ മാത്രം രക്ഷപ്പെട്ടിരിക്കാനായിട്ടല്ല, തന്റെ സഹോദരന് വേണ്ടി അവൻ ഇന്റഗ്രിറ്റിയോടെ അവനെ രക്ഷിക്കാനായിട്ട് ഫൈറ്റ് ചെയ്തു. 2, ഹിസ് ഇന്റഗ്രിറ്റി ഇൻ വർഷിപ്പ്. നമ്മുടെ ആരാധനയിൽ ഇന്റഗ്രിറ്റിയോടുകൂടെയാണോ നമ്മൾ സംബന്ധിക്കുന്നത്? വളരെ ഗൗരവമായി ചോദിക്കേണ്ട ചോദ്യമാണ്. 3, ഇന്റഗ്രിറ്റി ഇൻ വെൽത്ത്. പണത്തോടുള്ള നമ്മുടെ മനോഭാവം, സത്യസന്ധത എങ്ങനെയാണ്? The 3 areas of life that we have examined this evening are all vitally important. Can you say with a clear heart that you are walking in absolute integrity in the areas of your warfare, your worship and your wealth? എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ദൈവസന്നിധിയിൽ പറയാനിടയാകട്ടെ. എന്റെ പോരാട്ടങ്ങളുടെ മുഖത്താണെങ്കിലും, എന്റെ ആരാധനയുടെ അനുഭവത്തിലാണെങ്കിലും, എന്റെ സമ്പത്തിനോടുള്ള മനോഭാവത്തിലാണെങ്കിലും സത്യസന്ധത ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് നമുക്ക് പറയാൻ ഇടയായിട്ട് തീരട്ടെ. God help us to search our hearts and deal with any problems we may find there. ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലകളിൽ ഇന്റഗ്രിറ്റിയുടെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ദൈവം ഈ പഠനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിന്റെ ഇന്റഗ്രിറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഇന്റഗ്രിറ്റി ആയിട്ട് തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഒരുമിച്ച് തന്ന നല്ല ആലോചനകൾക്കായി സ്തുതി. ജീവിതത്തിൽ എപ്പോഴും സ്വഭാവ ശ്രേഷ്ഠതയുള്ളവരായി, സത്യസന്ധയുള്ളവരായി, ഇന്റഗ്രിറ്റിയോടെ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കും. ഞങ്ങളുടെ ദൈവം സമ്പന്നനാണെന്നും അവിടുന്ന് ഞങ്ങളെ കരുതുന്നവനാണെന്നും ഉറപ്പുള്ളവരായിരിക്കാൻ സഹായിക്കും. പണത്തിന്റെയും അധികാരത്തിന്റെയും പദവിയുടെയും പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണം. വ്യാപരിച്ച ദൈവകരുണകൾക്കായി സ്തുതി. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുത്തെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണം. ഈ രാത്രി എല്ലാവർക്കും നല്ലതാക്കണം. ഞങ്ങളുടെ ഇടയിൽ ഭാരത്തിലും പ്രയാസത്തിലും ക്ഷീണത്തിലും രോഗത്തിലും ഒക്കെ കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നിന്നോട് പ്രാർത്ഥിക്കും. എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കും. യേശുവിൻ മൂലമുള്ള ഞങ്ങളുടെ അപേക്ഷ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നമ്മുടെ ഇടവകയോടും നമ്മുടെ ഈ കൂട്ടായ്മയോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ? താങ്ക് യു അച്ഛൻ. നമ്മുടെ കോശി അങ്കിളും ആന്റിയും ഒക്കെ മോളുടെ വീട്ടിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി, അറിഞ്ഞു കാണുമല്ലോ.